ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എ ചാനൽ. ഇത് നമ്മൾ വളരെ യുണീക്കായിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഉറങ്ങാൻ ഇഷ്ടമാണ്. എന്നാൽ എത്ര പേർക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട്? ഉറക്കം കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. പല സ്ഥലത്തും നമ്മൾ പറയുന്നത് ഷോർട്ടർ യുവർ സ്ലീപ്പ് ഷോർട്ടർ യുവർ ലൈഫ് സ്പാൻ എന്നാണ് പല ആരോഗ്യ വിദഗ്ധരും പറയുന്നത്. 21ാം നൂറ്റാണ്ട് ഈ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ പബ്ലിക് ഹെൽത്ത് ചാലഞ്ചസിലൊന്നാണ് ഉറക്കക്കുറവ്. പല റീസൺ കൊണ്ടാവാം ഇത് സംഭവിക്കുന്നത്. പക്ഷേ ഉറക്കക്കുറവ് പല രീതിയിലും നമ്മളൊരു വ്യക്തിയുടെ പേഴ്സണലും പ്രൊഫഷണൽ ലൈഫിനെ പല രീതിയിലും എഫക്റ്റ് ചെയ്യും. ഒരുപാട് റിസർച്ച് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉറക്കക്കുറവുള്ള വ്യക്തിയുടെ മെമ്മറി ആൻഡ് ലേണിംഗ് വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിട്ടാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. നമ്മുടെ മെമ്മറി സിഗ്നൽസ് അതുവഴി അൽഷിമൈസ് പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത ഈ ഉറക്കക്കുറവുള്ള വ്യക്തികളിൽ റിലേറ്റീവ്ലി അധികമായിരിക്കും. അതുപോലെ തന്നെ കാർഡിയോ പ്രോബ്ലംസ്, ഹാർട്ട് റിലേറ്റഡ് റിസ്ക് എല്ലാം അധികമായിരിക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഡയറക്റ്റ് ഡിസീസസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും വളരെ ഉത്സാഹം കാണിക്കും. പക്ഷേ അതിലേക്ക് നയിക്കുന്ന റൂട്ട് കോസസിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ പ്രോപ്പറായിട്ട് ഉറങ്ങണം, അതിനുള്ള പ്രിപ്പറേഷനെ കുറിച്ച് 6 സിമ്പിൾ ടെക്നിക്സാണ് നമ്മൾ ഈ വീഡിയോ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നിഷാദ് കരീം, ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ്. ഒന്നാമതായിട്ട് നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു കൺസിസ്റ്റൻ്റ് സ്ലീപ്പ് സ്കെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ദിവസം 10 മണിക്കാണ് ഉറങ്ങണമെങ്കിൽ എല്ലാ ദിവസവും ആ സമയം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ഒരു കാരണവശാലും വീക്കെൻഡ്സിൽ സാറ്റർഡേ സൺഡേസിൽ നമ്മൾ ആ ടൈം എഫക്റ്റ് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയ്സിൽ നമ്മുടെ സ്ലീപ്പിൻ്റെ ആ കൺസിസ്റ്റൻസി എഫക്റ്റ് ചെയ്യും. രണ്ടാമത് നമ്മളെപ്പോഴും ഒരു സ്ലീപ്പ് ഫ്രണ്ട്ലി എൻവയൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബെഡ്റൂമിൽ വെച്ച് നമ്മൾ ഈ വർക്ക് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് സ്ലീപ്പിനെ എൻകറേജ് ചെയ്യുന്ന ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ നമ്മളൊരു ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ യൂസേജ് ഒരു മണിക്കൂർ, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് കട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, ഇൻക്ലൂഡിങ് വാച്ചിങ് TV. കാരണം സ്റ്റഡീസ് ടെല്ലിങ് ദാറ്റ് നമ്മുടെ ബ്ലൂ റേസ് നമ്മുടെ ഉറക്കത്തിനെ എനേബിൾ ചെയ്യുന്ന ഹോർമോൺസിന് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഉറക്കം ഡിലേ ആവും. പിന്നെ ഉള്ളത്, നമുക്ക് എല്ലാവർക്കും പലതരം വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഓഫ് അക്രോസ് ദ വേൾഡ് ഉണ്ടാവും. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് പല രീതിയിലുള്ള മെസ്സേജസ് വരും. അത് നമ്മൾ എടുത്ത് അത് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് മനസ്സ് ആ ലൈനിലേക്ക് ഡൈവേർട്ട് ആവും. പിന്നെ നമ്മുടെ ഉറക്കത്തിൻ്റെ കൺസിസ്റ്റൻസിയെ അത് എഫക്റ്റ് ചെയ്യും. എപ്പോഴും 1 hour ബിഫോർ ഇലക്ട്രോണിക് ഡിവൈസസ് ഷട്ട് ഡൗൺ ചെയ്യുക. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് പറയുന്നത് പ്രീ സ്ലീപ്പ് പ്രിപ്പറേഷൻ. അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻ, മനസ്സിനെ കാം ഡൗൺ ചെയ്യുന്ന ചെറിയ ചെറിയ ടെക്നിക്സ്. ഫോർ എക്സാമ്പിൾ ലൈറ്റ് റീഡിങ്, അതുപോലെ തന്നെ മ്യൂസിക്, നമുക്ക് ഇഷ്ടമുള്ള സൂത്തിങ് മ്യൂസിക്, ഗസൽസ് പോലുള്ള സംഭവങ്ങൾ. ഇത് നമ്മൾ പറയുന്ന ലൈറ്റ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു കാരണവശാലും നമ്മൾ വായിക്കുന്ന തോട്ട്സ്, ഐഡിയാസ് നമ്മുടെ ബ്രെയിനിനെ ട്രിഗർ ചെയ്ത്, അങ്ങനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ വി ബിക്കം തോട്ട്ഫുൾ. അത് നമ്മുടെ ഉറക്കത്തെ എഫക്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഹെവി മീൽസ്. അവോയ്ഡ് ഹെവി മീൽസ്. കാരണം നമ്മൾ ഹെവി മീൽസ് കഴിച്ചാൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് അത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ സ്ലീപ്പിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ട്രെസ് ലെവൽ, നമുക്ക് ഒരു ദിവസം സംഭവിച്ച നെഗറ്റീവ് അൺപ്ലസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നമ്മൾ അത് വെച്ചാൽ അത് നമ്മളെ പിന്നെയും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഓൾവേസ് നമുക്ക് എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ഫിസിക്കൽ എക്സസൈസ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ബോഡി അതുപോലെ തന്നെ കുറച്ച് ഇതാകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു സ്ലീപ്പ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യം ചെയ്യുമ്പോൾ ഒരുക്കുന്ന പ്രിപ്പറേഷൻസ് പോലെ തന്നെ പ്രോപ്പറായിട്ട് ഉറങ്ങാനും ഒരു ചെറിയ പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. ഇത് നമ്മുടെ എനർജി ലെവലിനെയും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ, നമ്മുടെ കരിയറിനെയും വളരെ രീതിയിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യാനായി കഴിയും. സോ please sleep well and be productive. Thank you very much for watching this video.